രാഷ്ട്രീയം ആകെ ഒന്ന് നോക്കുമ്പോൾ ആർക്കും തോന്നിപ്പോകും ഇതെന്തൊരു മിമിക്രിയാണ് എന്ന്. അടച്ചാക്ഷേപിക്കുന്നില്ല. ശ്രദ്ധ കിട്ടാനും ജനപ്രീതി പിടിച്ചുപറ്റാനും ചിലരൊക്കെ കാട്ടിക്കൂട്ടുന്ന മിമിക്രിയെക്കുറിച്ചാണ് പറഞ്ഞത്. രാഷ്ട്രീയത്തിൽ മികച്ച മിമിക്രിക്കാർ ആരൊക്കെയാണ്? അങ്ങ് ദേശീയ തലത്തിലേക്ക് പോയാൽ ബീഹാറിൽ ഇനി എന്താകും ഗതി എന്നാലോചിച്ച് അങ്കലാപ്പിലായി നടക്കുന്ന ഒരു മിമിക്രിക്കാരനെ കണ്ടെത്താൻ കഴിയും. നരേന്ദ്രമോദിയെയും BJPയെയും തകർക്കാൻ ആവതു പണിപ്പെട്ടിട്ടും ഇതുവരെ കാര്യമായി ഒന്നും നടന്നില്ല. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മോദിയെയും BJPയെയും എങ്ങനെ ശരിപ്പെടുത്താം എന്നതാണ് ആലോചന. പറഞ്ഞു വരുന്നത് ലാലു പ്രസാദ് യാദവിന്റെ കാര്യം തന്നെ. ലാലു ഒരു ഗംഭീര മിമിക്രി താരമാണ്. നരേന്ദ്രമോദി മുതൽ അമിത് ഷാ വരെയുള്ളവരെ അനുകരിക്കലാണ് ചങ്ങാതിയുടെ ഇപ്പോഴത്തെ പ്രധാന പരിപാടി. അപ്പോൾ സംഘീയ അനുകരണം ആരംഭിക്കാം. मोटा मोटा लोग, आप लोग नहीं, सूखे हुए लोग नहीं, मोटा मोटा टीका करके मोटरसाइकिल के फड़र 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 किया रे तो ये हनुमान दल है. ഇനി നേതാക്കളുടെ പ്രധാന ഭാവങ്ങളാണ്. ആദ്യം അമിത് ഷാജി എന്നൊക്കെ ശത്രുക്കൾ വിളിക്കുന്ന അമിത് ഷാ തന്നെ ആയിക്കോട്ടെ. फोन में अच्छे दिन 15.5 लाख लड़का लड़की मम्मी पापा जी 15.5 लाख. आई अमित शाह कब का नेता अमित शाह बोल दिया तो जुमला था. जब तबला बजेगा धीन धीन तो एक आदमी पर बैठेगा तीन. आगे बता दे. അമിത് ഷായും നരേന്ദ്രമോദിയും ഒക്കെ കൂടി മൂലക്കിരുത്തിയ പാവം അദ്വാനി തന്നെ ആരും അനുകരിക്കാനില്ലല്ലോ എന്ന സങ്കടത്തിലായിരുന്നു. അത് തീർത്തു കൊടുക്കുകയാണ് ലാലു പ്രസാദ് യാദവ്. इन्हीं के नेता इनको बचाए. आज क्या हालत है अद्वानी जी का? क्या हालत है बोलो? बेचारे चुप नहीं देखते हैं क्या? कोई हम नाटक कर रहे हैं क्या? അദ്വാനിയെ കളിയാക്കിയിട്ടൊന്നും ഇനിയുള്ള കാലം ഒരു കാര്യവുമില്ല. പ്രധാന ലക്ഷ്യം മോദി തന്നെ ആയിരിക്കണം. വിദേശത്തു നിന്ന് കള്ളപ്പണം തിരിച്ചുപിടിച്ച് ഓരോരുത്തരുടെയും കൈകളിലേക്ക് ലക്ഷങ്ങൾ എത്തിക്കുമെന്ന് വാഗ്ദാനം ചെയ്തതു മുതൽ സെൽഫി എടുക്കൽ വരെ മോദിയെ വിമർശിക്കാൻ എന്തൊക്കെ കിടക്കുന്നു. ആരെ എപ്പോൾ കണ്ടാലും സെൽഫി എടുക്കുന്ന ഏർപ്പാടുണ്ടല്ലോ, അതാണ് ലാലുവിന് ഇഷ്ടം. क्या बोलता है उसमें? ये फोटो दोनों सेल्फी. सेल्फी सेल्फी तुरंत मुंह में मुंह सटा लेता है और उसको रख भी लेता है. हम दे देते हैं, सब का मिसयूज मत करना. ദുരന്ത മുഖത്ത് പോലും സെൽഫി എടുക്കുന്ന പ്രധാനമന്ത്രി. ഇന്ത്യയുടെ സ്വന്തം സെൽഫി പ്രൈം മിനിസ്റ്ററുടെ സ്നേഹത്തോടെയുള്ള വിളിയാണ് മറ്റൊരു ഘടകം. ആരായാലും ആ വിളി കേട്ടാൽ ഒന്ന് അലിഞ്ഞു പോകും. ബീഹാറിന് ലക്ഷം കോടികളുടെ പദ്ധതികൾ അനുവദിച്ച് ലാലുവിനെ പോലും കെട്ടിക്കൊട്ടിക്കാനുള്ള പരിപാടിയും തുടങ്ങിയിട്ടുണ്ടല്ലോ. पैकेज दिया, पैकेज दिया. क्या बोले थे? भाइयों बहनों बिजली बिजली. अरे मोदी जी ठीक से बोलो, नहीं तो नस फट जाएगा. ऐसा कोई प्रधानमंत्री देखा क्या आप लोग? 50 करोड़ 50 करोड़ 90 करोड़. अब विद्यार्थी परिषद का लड़का आगे बैठ के मोदी मोदी मोदी. हम लोग नहीं समझते हैं. गजब हाल है भाई. भाइयों बनो बिजली मिली
कौन बोलेगा बिजली नहीं मिली? अब वही में गा रहा इतना, इसलिए एक पैसा नहीं मिला है. പണം വന്നില്ലെന്ന് പറഞ്ഞാലും ജനത്തെ കയ്യിലെടുക്കാൻ മോദിക്കറിയാം. ജനതാ പരിവാറുമുണ്ടാക്കി ജനത്തെ തെറിവിളിച്ചു നടക്കുന്നതിനിടെ നാട്ടിലോട്ടൊന്നിറങ്ങണം. സംഘികളെ ഓടിക്കാൻ എല്ലാവരും കൂടി സംഘടിച്ചാൽ മാത്രം പോരാ, ആഞ്ഞു പരിശ്രമിക്കുകയും വേണം. നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കലാഭവനിൽ ചേർന്ന് മിമിക്രി കളിക്കാൻ ലാലുവിന് ഇടവരുത്തില്ലെന്ന പ്രതീക്ഷയോടെ അടുത്ത ഇടവേളയിലേക്ക്. അത് കഴിഞ്ഞ് ചിരിപ്പിക്കൽ മത്സരം. മണിക്കൂറുകളോളം നിശ്ചലനായി നിൽക്കുന്ന ഈ മനുഷ്യ പ്രതിമയെ ചിരിപ്പിക്കുകയോ ചലിപ്പിക്കുകയോ ചെയ്യുന്നവർക്ക് 5000 രൂപ ഇനാം. അതെ, വെറും 5 രൂപ ടിക്കറ്റിലൂടെ നിങ്ങൾക്ക് 5000 രൂപ സ്വന്തമാക്കാം.